മൂന്നാറിലെ ജനവാസ മേഖലയിലും കാട്ടാന പടയപ്പ ഇറങ്ങി. മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിലാണ് കാട്ടാന എത്തിയത്. തോട്ടം തൊഴിലാളികളുടെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി. ജെയിൻ, പടയപ്പയുടെ പരാക്രമങ്ങൾ മൂന്നാറിനെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല. പടയപ്പയെ ടൂറിസ്റ്റുകൾക്കും മൂന്നാർ നിവാസികൾക്കും ഒരുപോലെ പരിചയമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസം എങ്ങനെയാണ്? അഭിലാഷ്, ഏറ്റവും ഒടുവിൽ കന്നിമല എസ്റ്റേറ്റിലെ ടോപ്പ് ഡിവിഷൻ ഭാഗത്തേക്കാണ് ഈ ആന എത്തിയത്. അവിടെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപത്തേക്ക് കാട്ടാന എത്തി. അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികൾ അടുക്കള കൃഷിയും മറ്റും ചെയ്തിട്ടുണ്ട്. ആ കൃഷിയിടത്തിൽ ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് ആന ഇപ്പോൾ ജനവാസ മേഖലയ്ക്ക് സമീപത്തുനിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ഏത് സമയത്തും മടങ്ങി വരാവുന്ന സ്ഥിതി ആ മേഖലയിലുണ്ട്. RRT സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ രാത്രി കാലങ്ങളിൽ ഈ നിരീക്ഷണം ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിൽ ആന ലയങ്ങൾക്ക് സമീപത്തേക്ക് എത്തുകയും ആളുകൾ ഇതിനെ തുടർന്ന് പരിഭ്രാന്തരാവുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. തുടർച്ചയായി ജനവാസ മേഖലയിൽ കഴിയുന്ന ഒരു ആനയാണ്. പക്ഷേ ലയങ്ങൾക്ക് സമീപത്തേക്ക് എങ്കിലും വരുന്നത് തടയാനുള്ള ഒരു നടപടി വേണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്. കന്നിമല ടോപ്പ് ഡിവിഷനിലാണ് പടയപ്പ എത്തിയത്. ജനവാസ മേഖലയിൽ തുടരുകയാണ്. ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിലും തിരികെ വരാനുള്ള സാധ്യത കൂടിയുണ്ട്. RRT സംഘം നിരീക്ഷിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്.